നമസ്കാരം. ആരാണ് കാമാക്ഷി എസ് ഐ? പേരുകേട്ടാൽ കാമാക്ഷി എന്ന സ്ഥലത്തെ പോലീസ് ഉദ്യോഗസ്ഥനാണെന്ന് തോന്നാം. എന്നാൽ തെറ്റി. കള്ളനാണ്, പെരും കള്ളൻ. മോഷണമെന്നാൽ വെറുമൊരു കവർച്ചയല്ല. കാമാക്ഷി ബിജുവിന് അതൊരു ലഹരിയാണ്. പോലീസിനെ വിറപ്പിച്ചും അമ്പരപ്പിച്ചും ഇടുക്കിയുടെ മലയോര മേഖലകളിൽ ബിജു തുന്നിച്ചേർത്തത് ക്രിമിനൽ ലോകത്തെ അവിശ്വസനീയമായ വീരകഥകളാണ്. കഴിഞ്ഞ ദിവസം മകനോടൊപ്പം ഏലക്ക മോഷണ കേസിൽ പിടിയിലാകുമ്പോൾ അവസാനിക്കുന്നത് 1/4 നൂറ്റാണ്ടോളം നീണ്ട ഒരു സമാന്തര എസ് ഐയുടെ പരാക്രമങ്ങൾക്കാണ്. മോഷണ ലോകത്ത് ബിജുവിന് കാമാക്ഷി എസ് ഐ എന്ന പേര് വീണതിനു പിന്നിൽ പോലീസിനേറ്റ കനത്ത പ്രഹരത്തിന്റെ ഒരു കഥയുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് പോലീസ് സ്റ്റേഷൻ പരിസരത്ത് നിന്ന് ജീപ്പ് മോഷ്ടിച്ചാണ് ബിജു എല്ലാവരെയും ഞെട്ടിച്ചത്. ജീപ്പുമായി കടന്നുകളയുക മാത്രമല്ല, പോലീസ് യൂണിഫോമും തൊപ്പിയും ധരിച്ച് പാതയോരങ്ങളിൽ വാഹന പരിശോധന നടത്താനും ഇയാൾ ധൈര്യം കാട്ടി. തങ്ങൾക്ക് മുമ്പിൽ നിൽക്കുന്നത് സാക്ഷാൽ എസ് ഐ ആണെന്ന് തെറ്റിദ്ധരിച്ച് പോലീസുകാർ പോലും സല്യൂട്ടടിച്ച വിചിത്രമായ സാഹസത്തിന്റെ ചരിത്രമാണ് ബിജുവിന്റേത്. പിടികൂടാനെത്തുന്ന പോലീസുകാരെ പലതവണ ബിജു അതിസാഹസികമായി വെട്ടിച്ചിട്ടുണ്ട്. വളയുന്ന പോലീസ് സംഘത്തിന് നേരെ മാരകായുധങ്ങളുമായി പാഞ്ഞെടുക്കുന്നതും പുഴയിൽ ചാടി നീന്തി രക്ഷപ്പെടുന്നതും ഇയാളുടെ പതിവായിരുന്നു. ഒരിക്കൽ കിലോമീറ്ററുകളോളം പോലീസിനെ ഓടിച്ച ശേഷം കണ്ണുവെട്ടിച്ച് കടന്നുകളഞ്ഞ ബിജുവിനെ കണ്ടെത്താൻ ദിവസങ്ങളോളം വനമേഖലയിൽ തിരച്ചിൽ നടത്തേണ്ടി വന്നിട്ടുണ്ട്. ഹൈറേഞ്ചിലെ ബുള്ളറ്റ് പ്രേമികളുടെ പേടി സ്വപ്നമായിരുന്നു ഇയാൾ. ബുള്ളറ്റിന്റെ ലോക്കുകൾ തകർക്കുന്നതിൽ പ്രത്യേക വൈദഗ്ധ്യമുള്ള ബിജു നിമിഷങ്ങൾക്കുള്ളിൽ ബുള്ളറ്റുകളുമായി അതിർത്തി കടക്കും. തമിഴ്നാട്ടിലെ രഹസ്യ കേന്ദ്രങ്ങളിലെത്തിച്ച് വൻതുകയ്ക്ക് ഇവ മറിച്ചു വിൽക്കുകയായിരുന്നു രീതി. സംസ്ഥാനത്തെ വിവിധ സ്റ്റേഷനുകളിൽ ഭവനഭേദനവും വാഹനമോഷണവുമായി 500 കേസുകളിൽ പ്രതിയായ ബിജു 15 വർഷത്തോളം ജയിൽ ശിക്ഷ അനുഭവിച്ചിട്ടുണ്ട്. മോഷണം നടത്തി കിട്ടുന്ന തുക ഉപയോഗിച്ച് 5 സ്റ്റാർ ഹോട്ടലുകളിൽ കയറി ഭക്ഷണം കഴിക്കുക, വില കൂടിയ വസ്ത്രങ്ങളും വസ്തുക്കളും വാങ്ങുക, അങ്ങനെ ആഡംബര ജീവിതം നയിക്കുന്നതാണ് രീതി. തമിഴ്നാട്ടുകാരായ കൊടും കുറ്റവാളികളെ കൂടെ കൊണ്ടുവന്ന് താമസിപ്പിച്ച് സമീപ പ്രദേശങ്ങളിലെ വീടുകളിലും വ്യാപാര സ്ഥാപനങ്ങളിലും കവർച്ച ആസൂത്രണം ചെയ്യുന്ന രീതിയും കാമാക്ഷി ബിജുവിനുണ്ടായിരുന്നു. തൊടുപുഴയിൽ നടന്ന മോഷണക്കേസിന്റെ അന്വേഷണത്തിനിടെയാണ് മുൻകാല കുറ്റവാളികളെ കേന്ദ്രീകരിച്ച് പോലീസ് പരിശോധന നടത്തിയത്. ഇതിനിടെ കട്ടപ്പന പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസിൽ ഒളിവിലായിരുന്ന ബിജുവിനെയും മകനെയും കുറിച്ച് പോലീസിന് വിവരം ലഭിച്ചു. പ്രതികൾ സഞ്ചരിച്ച വാഹനം കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണമാണ് ഒടുവിൽ ഇവരെ കുടുക്കിയത്. പിടികൂടുന്നതിനിടെ പെപ്പർ സ്പ്രേ ഉപയോഗിച്ച് പോലീസിനെ ആക്രമിച്ച് കടന്നുകളയാൻ ശ്രമിച്ച പ്രതികളെ ബലം പ്രയോഗിച്ചാണ് കീഴടക്കിയത്. കട്ടപ്പന ഡിവൈഎസ്പി വി എ നിഷാദ് മോന്റെ നേതൃത്വത്തിൽ പ്രതികളെ നെടുങ്കണ്ടം പടിഞ്ഞാറക്കവലയിലെ മലഞ്ചരക്ക് വ്യാപാര കേന്ദ്രത്തിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തി. ഏലക്ക വിൽപ്പന നടത്തുവാൻ സഹായിച്ച മറ്റൊരു വാഹനവും കട്ടപ്പന പോലീസ് കസ്റ്റഡിയിൽ എടുത്തു. കട്ടപ്പന തൊവരയാറിൽ പള്ളിക്ക് എതിർവശത്ത് പ്രവർത്തിക്കുന്ന വീടോടുകൂടിയ സ്റ്റോറിൽ നിന്നുമാണ് കഴിഞ്ഞ മാസം 29-ാം തീയതി രാത്രിയിൽ 220 കിലോയോളം വരുന്ന പച്ച ഏലക്ക അച്ഛനും മകനും കൂടി മോഷ്ടിച്ചത്. ഈ ഏലക്ക പിറ്റേന്ന് 30-ാം തീയതി പരിചയക്കാരനായ കൗമാരക്കാരന്റെ സഹായത്തോടെ രാവിലെ 9 മണിക്ക് ശേഷം നെടുങ്കണ്ടത്തെ മലഞ്ചരക്ക് വ്യാപാര കേന്ദ്രത്തിൽ എത്തിച്ച് വിൽപ്പന നടത്തുകയായിരുന്നു. മോഷണം നടത്തി കിട്ടുന്ന തുക കൊണ്ട് ആഡംബര വാഹനങ്ങളും വസ്തുക്കളും വാങ്ങിക്കൂട്ടുന്ന ബിജുവിന്റെ പേരിൽ കേരളത്തിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളിലായി 500ഓളം മോഷണ കേസുകളുണ്ട്. വിവിധ കേസുകളിലായി 15 വർഷത്തോളം ജയിൽ ശിക്ഷ അനുഭവിച്ചിട്ടുണ്ട്. പീരുമേട് ജയിലിൽ കഴിഞ്ഞു വന്നിരുന്ന ബിജുവിനെ 2023 ഫെബ്രുവരിയിൽ കാപ്പ ചുമത്തി വിയ്യൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റിയിരുന്നു. ബിജുവിന്റെ മകനും നിരവധി മോഷണ കേസുകളിലെ പ്രതിയാണ്. എറണാകുളത്ത് ടാക്സി ഡ്രൈവറായി ജോലി നോക്കി വരികയായിരുന്നു. ഇവിടുന്ന് വാടകയ്ക്ക് എടുത്തുകൊണ്ടുവരുന്ന വാഹനത്തിലാണ് മോഷ്ടിച്ച ഏലക്ക അവരുടെ വീട്ടിൽ എത്തിക്കുന്നത്. ഇവിടുന്ന് മറ്റൊരു വാഹനത്തിൽ പിറ്റേന്ന് നെടുങ്കണ്ടത്ത് എത്തിച്ച് വിൽപ്പന നടത്തുകയായിരുന്നു. പോലീസിനെ ആക്രമിച്ച 3ഓളം കേസുകളിലെ പ്രതിയായ ബിജുവിനെ പിടികൂടുവാനെത്തുന്ന പോലീസിൽ നിന്നും രക്ഷപ്പെടുവാൻ വീടിന് ചുറ്റും നായ്ക്കളെ അഴിച്ചുവിട്ടിരുന്നു. സാക്ഷി പറയുന്നവരെയും ബിജുവിനെക്കുറിച്ച് വിവരങ്ങൾ അറിയിക്കുന്നവരെയും ആക്രമിക്കുന്ന രീതിയുമുണ്ട്. പ്രതികളായ അച്ഛനെയും മകനെയും ദേവികുളം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. 500ഓളം കേസുകളിൽ പ്രതിയായ ഇയാൾ 15 വർഷത്തോളം ജയിൽ ശിക്ഷ അനുഭവിച്ചു. കാപ്പ ചുമത്തി നാടുകടത്തിയിട്ടും മോഷണമെന്ന തൊഴിലുപേക്ഷിക്കാൻ ബിജു തയ്യാറായിരുന്നില്ല. ഒടുവിൽ ഏലക്ക മോഷണങ്ങളുടെ പരമ്പരയുമായിട്ടാണ് ബിജു വീണ്ടും സജീവമായത്. ഇത്തവണ തന്റെ എല്ലാ വിദ്യകളും പഠിപ്പിച്ചെടുത്ത മകൻ വിപിനെയും കൂടെ കൂട്ടിയിരുന്നു. ഏലക്ക കവർന്നു വിൽക്കാൻ ശ്രമിക്കുന്നതിനിടെ പോലീസ് വിരിച്ച വലയിൽ ഇത്തവണ പിതാവിനും മകനും വീഴേണ്ടി വന്നു. തന്ത്രപരമായ നീക്കങ്ങളിലൂടെയാണ് പോലീസ് ഇവരെ കീഴ്പ്പെടുത്തിയത്. ബിജുവിന്റെ വീരഗാഥകൾക്ക്
ജയിലഴികൾക്ക് പിന്നിൽ താൽക്കാലികമായ വിരാമമാകുമ്പോൾ ഹൈറേഞ്ചിലെ പോലീസ് സേനയ്ക്ക് ഇതൊരു വലിയ ആശ്വാസമാണ്. നന്ദി, നമസ്കാരം. ന്യൂസ്, അഡ്വർടൈസിംഗ്, ഇവന്റ്സ്, ലൈവ്, ബ്രാൻഡിംഗ്, സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്, മീഡിയ പ്രൊഡക്ഷൻസ്, ശബ്ദ ദൃശ്യ വിസ്മയങ്ങളുമായി ഇടുക്കി ലൈവ് മീഡിയ പ്രൊഡക്ഷൻസ്, ITI ജംഗ്ഷൻ, കട്ടപ്പന.